ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. ദൈവ തിരുമുൻപിൽ ഇരുന്നു കൊണ്ട് ജീവിതത്തിലെ ദുരനുഭവങ്ങളെ നോക്കിക്കാണുന്ന സങ്കീർത്തകന്റെ ആത്മഗതമാണിത്. ജീവിതം തനിക്കായി കരുതിവെച്ച സഹനങ്ങളൊക്കെയും ദൈവിക ചട്ടങ്ങൾ പഠിപ്പിക്കുന്ന പരിശീലന കളരിയായിട്ടാണ് ദാവീദിന് അനുഭവപ്പെട്ടത്. നിഷ്കളങ്കൻ എന്തിനു സഹിക്കണം എന്നത് കാലാകാലങ്ങളായി മനുഷ്യകുലം ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ച ഈശോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. പാപം മങ്ങലേൽപ്പിച്ച ദൈവ മനുഷ്യബന്ധത്തെ വീണ്ടെടുക്കാൻ പിതാവായ ദൈവം കണ്ടെത്തിയത് പുത്രനായ ഈശോയുടെ സഹന ബലിയായിരുന്നു എന്നത് ക്രിസ്തീയ സഹനത്തിന് പുതിയ അർത്ഥതലങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഒന്നിനു പിറകെ ഒന്നായി എത്തുന്ന പരാജയങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, രോഗദുരിതങ്ങൾ ഇവയൊക്കെ സഹനം എന്ന പേരിൽ നാം വിളിക്കുമ്പോൾ ഈ സഹനങ്ങളൊക്കെ നമുക്ക് വലിയ രക്ഷ പ്രദാനം ചെയ്യുന്നതാണ് എന്ന് മറക്കാതിരിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. അതെ, പരാതികളും പഴിചാരലുകളും ഇല്ലാതെ സഹനാവസരങ്ങളിൽ ദൈവ തിരുമുഖത്ത് നോക്കി സഞ്ചരിക്കുവാൻ നാം തയ്യാറാവുമ്പോഴൊക്കെ നാം ദൈവത്തിന് സ്വീകാര്യരായി മാറുകയാണ്. അഥവാ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളൊക്കെ നമ്മെ ദൈവികരാക്കി മാറ്റുന്നു. സഹനാവസരങ്ങളിൽ നടത്തിയിട്ടുള്ളിടത്തോളം പ്രാർത്ഥനകളും ഉപവാസങ്ങളും സാധാരണ ദിനങ്ങളിൽ നമ്മിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെ സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച അന്ധയാചകനെ പോലെ സഹനത്തിൻ്റെ ഇരുൾ നിറഞ്ഞ വഴികളിൽ കൂടുതൽ ഉച്ചത്തിൽ നമുക്ക് ഈശോയെ വിളിച്ചപേക്ഷിക്കാം. കാരണം സഹിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവകൃപ കൂടാരമടിക്കും. ഈ ലോകത്തിലെ ഒരു സഹനവും അവസാനമല്ലെന്നും അവയൊക്കെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണെന്നും നമുക്ക് തിരിച്ചറിയാം. രക്ഷകനായ ഈശോയുടെ സഹനം മനുഷ്യകുലത്തിന് മുഴുവൻ ഉയർപ്പിൻ്റെ പ്രത്യാശ പകർന്നു നൽകിയതുപോലെ നമ്മുടെ സഹനങ്ങളും മിശിഹായുടെ ഉദ്ധാനത്തിൽ നമ്മെ പങ്കുകാരാക്കും എന്ന പ്രത്യാശയോടെ അവിടുത്തെ തിരുമുഖത്ത് നോക്കി ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹനങ്ങളെ സ്വീകരിക്കുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കട്ടെ.